നമസ്തേ. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു മോഡലും കൂടെ നോക്കിയിട്ട് പോവുക. 2024 ഓഗസ്റ്റ് നടത്തിയതാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് മൈക്കു, മമത, ദുഃഖ്, പരമാത്മാ കാ കുത്ത. അപ്പോൾ ഇതിൽ ആദ്യത്തെ 6 ചാപ്റ്റർ പഠിക്കുമ്പോൾ 4 ചാപ്റ്റർ എഴുതാൻ കിട്ടും. അതുപോലെ തന്നെ നാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ 5 ചാപ്റ്റർ പഠിക്കുക, 3 എണ്ണം എഴുതണം. പിന്നെ വരുന്ന 2 കത്താണ്. 2 കത്ത് ചോദിക്കും, 1 കത്ത് എഴുതിയാൽ മതി. ട്രാൻസ്ലേഷൻ 15 ഹിന്ദിയും 15 മലയാളവും. അതിൽ നിന്ന് ഒരെണ്ണമാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുള്ളത്. പിന്നെ നിബന്ധമുണ്ട്, പ്ലാസ്റ്റിക്, വ്യായാമം, ഗണതന്ത്രം. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യപേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക. ഇതിനു മുമ്പുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. ഫസ്റ്റിൽ വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ അതിൽ കബീർ, സൂറ്, തുളസി, രഹിമ, പിന്നെ ആധുനിക പദ്യങ്ങൾ മൊത്തം 2, 4, 6 തരും. അതിൽ 5 എണ്ണം എഴുതണം. 3 എഴുതിയാൽ മതി. 5 മാർക്ക് വീതമാണ്. പിന്നെ വരുന്നത് ഒരു കവിത തരും. ആ കവിതയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യന് ഒൻവേർഡും ഗ്രാമറൊക്കെ ചെയ്യാനാണ്. അർത്ഥമൊക്കെ എഴുതാൻ ചോദിക്കും. പിന്നെ വരുന്നത് ഗദ്യത്തിലുള്ളതാണ്. 6 പാഠം പഠിക്കുക, അതിൽ നിന്ന് 4 ചാപ്റ്റർ. പിന്നെ ഈ അനിശ്ചിത വായിച്ച് സെൻറ്റൻസ് ആക്കി മാറ്റണം. പിന്നെ വരുന്നത് ചരിത്ര ചിത്രം എഴുതാനാണ്. മഹാത്മാഗാന്ധി, കർമ്മവതി, ഗോരി. അപ്പോൾ ഈ 3 പാഠം പഠിക്കുമ്പോൾ അതിൽ നിന്ന് 1 എഴുതാൻ കിട്ടും. ആ പാഠത്തിൽ നിന്നാണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഗ്രാമറാണ്. അതിനുശേഷം ഒരു വാർത്താലാപം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം നോക്കി എഴുതുക. പിന്നെ വരുന്ന പോസ്റ്ററും ഡയറി ഉണ്ട്. ഡയറി പൃഥ്വിരാജിൻ്റെ ആ പാഠത്തിൽ നിന്ന് വരുന്ന ഡയറിയാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പരീക്ഷ സിമ്പിളാണ്. എല്ലാ പേപ്പറിൽ നിന്നും ഒരു 10 പാഠേ പഠിക്കാനുള്ളൂ. അത് കറക്റ്റ് നല്ല രീതിയിൽ വായിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ടെൻഷനില്ലാതെ നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും